ജോയി ആലുക്കാസ് എന്ന വ്യക്തിയെ അറിയേണ്ടത് സമൂഹത്തിലെ ഓരോരുത്തരാണ്. അവർ മേഖലകൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം, നമ്മുടെ സിനിമ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിരിക്കാം, കലാരംഗത്തുള്ളവരായിരിക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു വളർച്ച, അയാളുടെ ഒരു യാത്ര എന്നുള്ളത് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ്. പലപ്പോഴും സുധാമൂർത്തിയുടെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം ചില ഏജന്റുമാരെ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. എല്ലാവരും സമന്മാരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ചിലരെ മാത്രം ദൈവത്തിൻ്റെ ഏജന്റായിട്ട് തിരഞ്ഞെടുക്കും. ആ ഏജന്റിന് ഒരുപാട് സമ്പന്നതയും സംഗതികളൊക്കെ കൊടുക്കും. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാനാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു കേട്ടു, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു കേട്ടു, ഒരുപാട് കുടുംബങ്ങളിലേക്കാണ് ജോയി ആലുക്കാസിൻ്റെ ഒരു സമ്പാദ്യത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ ചെല്ലുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതിനപ്പുറത്ത് ജോയി ആലുക്കാസിനെ എനിക്ക് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്, ഈ വലിയ പ്രശസ്തിയുടെയും സമ്പന്നതയുടെയും അരികിൽ നിന്ന് മാറി നിന്ന് നിൽക്കുന്ന ഒരാളാണ്. എപ്പോൾ കാണുമ്പോഴും അദ്ദേഹം നമ്മളിൽ ഒരാളാണ്. പണ്ടൊരിക്കൽ ഞാനും മമ്മൂട്ടിയും കൂടി ഒരു ദിവസം എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ കാർ യാത്ര. മമ്മൂട്ടി വരെ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള ആളാണ്. മമ്മൂട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ വഴി നീളെ അന്ന് വലിയ പോസ്റ്റേഴ്സാണ്, ഫ്ലക്സൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്, വലിയ 6 ഷീറ്റ് പോസ്റ്റേഴ്സ്, മമ്മൂട്ടിയുടെ പല തലകൾ, മമ്മൂട്ടിയുടെ പല ഭാവങ്ങൾ. അപ്പോൾ രാത്രിയാണ്, ഞങ്ങൾ വരുന്നത് ഒരു 11 മണി കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ വലിയ ചില പോസ്റ്റേഴ്സിൻ്റെ അടുത്ത് പുള്ളി വണ്ടി നിർത്തിയിട്ട് നോക്കും. അദ്ദേഹം ഒരു കൗതുകമുണ്ട്, സ്വന്തം സിനിമയുടെ പോസ്റ്റേഴ്സാണ്. അങ്ങനെ പല സ്ഥലത്തും നിർത്തുകയും ഇതിനെപ്പറ്റി നോക്കുകയും പറയുകയും ചെയ്യും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ എന്താണ് ശരിക്കും തോന്നുന്നത് മമ്മൂട്ടി എന്ന്? ഞാൻ പറഞ്ഞല്ല, നമ്മൾ ഇപ്പം അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സ് കാണുന്നു, മമ്മൂട്ടിക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? മമ്മൂട്ടി പറഞ്ഞു, ഇത് വേറൊരാളാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജോയി അങ്ങനെ കാണുന്ന ഒരാളാണ്. ജോയി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ജോയി ആലുക്കാസ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളായിട്ട് കാണാൻ പറ്റുമ്പോഴാണ് അയാൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്.